ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഇഷ്ടമായിരിക്കും ചെമ്മീൻ ബിരിയാണി കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതേ രുചിയോടെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ചോറാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. ചെമ്മീനും റൈസും കൂടി ഒരുമിച്ചിട്ടിട്ട് ഒരു ഒറ്റ വിസിലിന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറായി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ നമുക്ക് 2 വിധത്തിൽ ക്ലീനാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കിച്ചൺ കത്രിക എടുക്കാം. അപ്പോൾ കിച്ചൺ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് തല കളയാണ്ടാണ് എടുക്കണമെന്ന് വെച്ചാൽ ഈ മീശഭാഗം മാത്രം വെട്ടിക്കളയുക. അതിനുശേഷം നമുക്ക് ഈ ചെമ്മീൻ്റെ തൊണ്ട് ഈ തലഭാഗത്തുനിന്ന് ഉരുത്തിയിട്ട് വാല് വലിച്ചാൽ ഫുള്ള് ഇങ്ങോട്ട് പോന്ന് കിട്ടും നമുക്ക്. പക്ഷെ നമുക്ക് ഇവിടെ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് തലയുടെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് തല കളഞ്ഞിട്ടുള്ള ക്ലീനിങ് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തലഭാഗം വെട്ടിക്കളയാണ്. അതേപോലെ തന്നെ ചെമ്മീൻ ക്ലീനാക്കിയതിന് ശേഷം ഉള്ളിലത്തെ ഞരമ്പ് ഇതേപോലെ ഒന്ന് വലിച്ച് കളയണം, കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞിട്ട്. അപ്പോൾ ഞാനിവിടെ തല കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 2 തരം ക്ലീനിങ് ഞാനിവിടെ കാണിക്കുന്നത്. തല നമ്മൾ കിച്ചൺ കത്രിക ഉപയോഗിച്ചിട്ട് വെട്ടിക്കളഞ്ഞ് ഉള്ളിലത്തെ ഞരമ്പൊക്കെ കളഞ്ഞ് എല്ലാ ചെമ്മീനും നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇവിടെ റൈസ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ടിൽഡയുടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ റൈസ് ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുക്കുന്നത്. അപ്പോൾ 1.5 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 കിലോ ചെമ്മീൻ ഞാനിവിടെ അതിൻ്റെ ഇരട്ടിയായിട്ട് 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അതേപോലെ റൈസ് ഞാനിവിടെ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർക്കുന്നില്ല. ഞാനിവിടെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുക്കറിലേക്ക്. അപ്പോൾ ഈ റൈസ് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെക്കുക. പിന്നെ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു 4 സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ ഒരു കുടം വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ 1 ടീസ്പൂണ് ഉപ്പ്, 1/2 ടീസ്പൂണ് മീറ്റ് മസാല, 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിനുശേഷം നമുക്ക് സബോള ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് തക്കാളിയും ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾക്ക് മുറിച്ചെടുക്കാം. അതേപോലെ നമുക്കിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഗ്രൈൻഡറിലിട്ട് ചതച്ചെടുക്കാം. പച്ചമുളക് ചെറിയ പീസാക്കിയിട്ട് മുറിക്കണം. പിന്നെ ഈ മല്ലിയിലയും പുതിനയിലയും നമുക്ക് അങ്ങനെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂണിൽ അളന്നെടുക്കുകയാണെങ്കിൽ ഒരു 3 ടീസ്പൂണ് നെയ്യ് നമ്മൾ അളന്ന് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സബോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ സബോള നമ്മൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇവിടെ 1 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഓരോരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ സബോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അത് 1 ടീസ്പൂണോളം നമുക്ക് ചതച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ നമ്മൾ പച്ചമുളകും മല്ലിയിലയും പിന്നെ പുതിനയിലയും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ തക്കാളി ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തു, പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. അതിനുശേഷം നമ്മളിവിടെ കഴുകി വെച്ചേക്കുന്ന ചെമ്മീനും കൂടി ഇതിലിട്ട് കൊടുക്കാം. നന്നായി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ അരി അളന്നപ്പോൾ നമ്മളിവിടെ 3 കപ്പ് അരിയാണ് അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളം, അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ 6 കപ്പ് വെള്ളം അളന്നെടുക്കുക. നിങ്ങൾ എത്ര അരി എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളം നിങ്ങൾ അതേ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കുക. അല്ലെങ്കിൽ മെഷർമെൻറ്റ് കപ്പിൽ അളന്നെടുക്കുക. അതിനുശേഷം ആ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ആദ്യം ചെമ്മീനും പിന്നെ അരിയും പിന്നെ അരിയുടെ ഇരട്ടി വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിലിന് വേവിക്കാം. ഒരു വിസിൽ വെന്താൽ നമ്മളിവിടെ ചോറും ചെമ്മീനൊക്കെ കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് നല്ല ടേസ്റ്റി ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് വളരെ ടേസ്റ്റിയാണ്. ബിരിയാണിയുടെ അതേ രുചിയോടെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും താങ്ക്സ്.